ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. ഇന്ന് നമ്മൾ മെഷീൻ ടൂൾ ആൻഡ് മെട്രോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് മോഡ്യൂളിൽ ഡ്രില്ലിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഡ്രില്ലിംഗ് ഓപ്പറേഷൻസ് ആൻഡ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഡ്രില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ജനറലി ഡ്രില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്കൊരു വർക്ക് പീസ് ഉണ്ടാവും, ഒരു ഡ്രിൽ ബിറ്റ് ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഒരു വർക്ക് പീസാണെന്ന് വിചാരിക്കുക, ഇത് ഡ്രിൽ ബിറ്റാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഈ ഡ്രിൽ ബിറ്റിങ്ങിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്ന വഴി നമ്മുടെ വർക്ക് പീസിൽ എന്ത് സംഭവിക്കുന്നു, ഒരു ഹോൾ ലഭിക്കുന്നു. അങ്ങനെ ജനറലി ഒരു വർക്കിൽ നമുക്കൊരു ഹോള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷനാണ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രില്ലിങ്ങിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രിൽ ബിറ്റ് ഹോൾഡർ ഉണ്ട്, അല്ലെങ്കിൽ ചക്കിലേക്ക് നമ്മൾ ഡിഫറെൻറ്റ് ടൂൾ കണക്ട് ചെയ്യുന്ന വഴി നമുക്ക് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് നമുക്ക് ലഭിക്കും. ഡ്രില്ലിംഗ് മെഷീനിൽ ഡിഫറെൻറ്റ് ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഡ്രില്ലിംഗ് മെഷീനിൽ ചെയ്യാൻ കഴിയുന്ന ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡ്രില്ലിംഗ് മെഷീനിൽ ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ഓപ്പറേഷൻ ഏതൊക്കെയാണ്? ഒന്ന് ഡ്രില്ലിംഗ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഡ്രിൽ ബിറ്റ് അവിടെ കണക്ട് ചെയ്യുന്ന വഴി, അല്ലെങ്കിൽ ട്വിസ്റ്റ് ഡ്രിൽ അവിടെ കണക്ട് ചെയ്യുന്ന വഴി നമുക്കവിടെ ഡ്രില്ലിങ് ചെയ്യാൻ കഴിയും. പിന്നെ എന്താ, റീമിങ് എന്താ, റീം ടൂൾ യൂസ് ചെയ്യുന്ന വഴി നമുക്ക് കുറച്ച് സർഫസ് ഫിനിഷൊക്കെ കൂടുതൽ കിട്ടും. അതിനെയാണ് റീമിങ് എന്ന് പറയുന്നത്. പിന്നെന്താ, ബോറിങ് എന്ന് പറയുമ്പോൾ എന്താ, ഇൻറ്റേർണൽ ഡയമീറ്റർ കൂട്ടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബോറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബോറിംഗ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ബോർ ചെയ്യാൻ കഴിയും. പിന്നെന്താ, കൗണ്ടർ ബോറിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഉണ്ട്, അത് ചെയ്യാൻ കഴിയും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കൗണ്ടർ സിങ്കിങ് അത് ചെയ്യാൻ കഴിയും. പിന്നെന്താ, ടാപ്പിംഗ്, അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ കഴിയും. പിന്നെ ടേപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇൻറ്റേർണൽ ത്രെഡ്, ഒരു ഹോളിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ടേപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ എന്താ, സ്പോട്ട് ഫേസിങ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഓപ്പറേഷൻ നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഡ്രില്ലിംഗ് എന്താണെന്ന് നോക്കാം. ഡ്രില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഓഫ് പ്രൊഡ്യൂസിങ് ഹോൾ ബൈ റിമൂവിങ് മെറ്റൽ ഫ്രം ദ സോൾഡ് മാസ് യൂസിങ് ട്വിസ്റ്റ് ഡ്രിൽ. നമുക്ക് അറിയാം, നോർമലി ഇത് നമ്മുടെ വർക്കാണ്. ഈ വർക്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ട്വിസ്റ്റ് ഡ്രില്ല്, ഇതിനെയാണ് ട്വിസ്റ്റ് ഡ്രിൽ എന്ന് പറയുന്നത്. ഈ ട്വിസ്റ്റ് ഡ്രില്ല് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒരു നോർമൽ സോളിഡ് മാസിൽ നമ്മളൊരു ഹോൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഡ്രില്ലിംഗ് മെഷീനിൽ ചെയ്യുന്നതാണ്. ഇനി അതുപോലെ തന്നെ കൗണ്ടർ സിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രില്ലിംഗ് മെഷീനിൽ ആദ്യം ഒരു ഹോൾ ജനറേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം അതിനേക്കാളും വലിയ ഡയമീറ്റർ വരുന്ന ഡ്രിൽ ബിറ്റ് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവരെ താത്തി കൊടുക്കുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു, കണ്ടോ, ഇതിങ്ങനെ ഒരു മാസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മാസ് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. കണ്ടോ, ഇതാണ് വർക്ക്. ഈ ഒരു രീതിയിൽ നമുക്ക് മാസ് റിമൂവ് ചെയ്യാൻ കഴിയും. ഓപ്പറേഷൻ ഓഫ് പ്രൊഡ്യൂസിങ് ടേപ്പേഡ് ഓർ കോൺ ഷേപ്ഡ് എൻലാർജ്മെൻറ്റ് ടു എൻഡ് ഓഫ് ദ ഹോൾ. ഒരു ഹോളിൻ്റെ എൻഡിൽ നമുക്കൊരു കോൺ ഷേപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇതിനെയാണ് എന്ത് പറയുന്നത്, കൗണ്ടർ സിങ്കിങ് എന്ന് പറയുന്നത്. അതിന് വേണ്ടി ആദ്യം നമ്മളൊരു ഡ്രിൽ ബിറ്റ് ഇട്ട് ഹോൾ ചെയ്യുന്നു. അതിനുശേഷം എന്താ, അതിനേക്കാളും വലിയ ഡ്രിൽ ബിറ്റ് എടുത്തിട്ട് കുറച്ച് താത്തി കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതെന്തിനാണ് ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രൂ ഒക്കെ എന്തെങ്കിലും ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതവിടെ സീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. സ്ക്രൂ ഒക്കെ ഇറക്കി വെക്കുന്ന സമയത്ത് നമുക്ക് സീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കൗണ്ടർ സിങ്കിങ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് ഓപ്പറേഷനാണ് റീമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, റീമിങ് ടൂള്, നമ്മുടെ ട്വിസ്റ്റ് ഡ്രില്ലിന് വരാം റീമിങ് ടൂള്. ഇത് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ ആണെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ ആണെന്ന് വിചാരിക്കുക. ഇത് ടേബിള്, ഇതാണ് നമ്മുടെ ടൂൾ പോസ്റ്റ്. ഈ ടൂൾ പോസ്റ്റിൻ്റെ അവിടെ ടൂൾ ഹോൾഡർ ഉണ്ടാകുമ്പോൾ ആ ടൂൾ ഹോൾഡറിൽ നമ്മൾ ഈ പറഞ്ഞ റീമിങ് ടൂൾ ഇട്ട് കൊടുക്കുക. റീമിങ് ടൂൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ സംഭവിക്കുന്നതാണ് റീമിങ്. ഓപ്പറേഷൻ ഓഫ് സൈസിങ് ആൻഡ് പ്രൊഡ്യൂസിങ് സ്മൂത്ത് ആൻഡ് റൗണ്ട് ഹോൾ ഫ്രം പ്രീവിയസ്ലി ഡ്രിൽഡ് ഓർ ബോൾഡ് ഹോൾ. നേരത്തെ ഉണ്ടായിരുന്നൊരു ഹോളിൻ്റെ ആ ഒരു ഇൻറ്റേർണൽ സർഫസ് കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് റീമിങ് എന്ന് പറയുന്നത്. അപ്പോൾ റീമിങ് ടൂൾ വെച്ചിട്ട് നമുക്ക് റീം ചെയ്യാൻ കഴിയും. പിന്നെന്താ, നെക്സ്റ്റ് ബോറിംഗ്. ട്രൂയിങ് ഓർ എൻലാർജിങ് ഹോൾ ബൈ മീൻസ് ഓഫ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. എന്താണ് ഈ പറഞ്ഞ പോലെ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് നിലവിലുള്ള ഒരു ഹോളിനെ വലുതാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബോറിംഗ് എന്ന് പറയുന്നത്. നിലവിലുണ്ടായിരുന്ന ഒരു ഹോള്, ആ ഹോളിനെ നമ്മളൊരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് എൻലാർജ് ചെയ്തെടുക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്, ബോറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ, ടേപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, കട്ടിംഗ് ഇൻറ്റേർണൽ ത്രെഡ്സ് ഇൻ ഹോൾ വിത്ത് കട്ടിംഗ് ടൂൾ കോൾഡ് ടാപ്പ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ച് നിലവിലുണ്ടായിരുന്നൊരു ഹോൾ ഇതാണെന്ന് വിചാരിക്കുക.
ആ ഹോളിലേക്ക് നമ്മൾ ടാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ത്രെഡ് ഉള്ളൊരു കട്ടിംഗ് ടൂളാണ് ടാപ്പ്. ഈ ടാപ്പ് ഇതിലേക്ക് ഇറക്കി കൊടുക്കും. അതുവഴി എന്ത് സംഭവിക്കുന്നു? അതുവഴി എന്ത് സംഭവിക്കുന്നു? ഈ ഹോളിൽ ഇൻറ്റേർണൽ ത്രെഡ് ഫോം ചെയ്യുന്നു. അങ്ങനെ ഇൻറ്റേർണൽ ത്രെഡ് ഫോം ചെയ്യുന്ന ഒരു ഹോളിൽ ഇൻറ്റേർണൽ ത്രെഡ് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാപ്പിംഗ് എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ടൂളിന് നമ്മൾ പറയുന്ന പേരാണ് ടാപ്പ്. ഓക്കെ, 3 ടൈപ്പ് ടാപ്പ് ഉണ്ട്. ആ 3 ടൈപ്പ്, ആ ഒരു സെറ്റിൽ 3 ടൈപ്പ് ടാപ്പ് ഉണ്ട്. ഫസ്റ്റ് ടാപ്പ്, സെക്കൻഡ് ടാപ്പ്, തേർഡ് ടാപ്പ്. ആ 3 ടാപ്പ് ഇടുന്ന വഴി നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഇൻറ്റേർണൽ ത്രെഡ് ഫോം ചെയ്യാൻ കഴിയും. അതിനാണ് ടാപ്പിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ? കൗണ്ടർ ബോറിംഗ്. കൗണ്ടർ ബോറിംഗ് എന്ന് പറയുന്നത് എന്താ? കൗണ്ടർ സിങ്കിങ് നമ്മൾ നേരത്തെ പഠിച്ചു. enlarging top of a previously drilled hole to given depth to provide square shoulder for head of bolt or cap screw. നിലവിൽ ഉണ്ടായിരുന്നൊരു ഹോളാണെന്ന് വിചാരിക്കുക. ഈ ഹോളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഹോളിലേക്ക് ഒന്നും കൂടെ ഒരു ഡ്രില്ല് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ദേ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് നമ്മുടെ ബോൾട്ടൊക്കെ ഈസി ആയിട്ട് ഇറക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു നിലവിലുള്ള ഹോളിലേക്ക് ഒന്നും കൂടെ നമുക്ക് ഇതായിട്ടല്ല, ടേപ്പറായിട്ടല്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ഒരു കട്ട് കിട്ടാൻ വേണ്ടി നമ്മളൊരു ബോറിംഗ് ടൂളും കൂടി ഇട്ട് ബോർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു? കൗണ്ടർ ബോറിംഗ് കിട്ടുന്നു. ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്ന ഓപ്പറേഷനാണ് കൗണ്ടർ ബോറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഈ ഓപ്പറേഷൻസൊക്കെയാണ് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഓപ്പറേഷൻ? കൗണ്ടർ ബോറിംഗ് ഉണ്ട്, ഡ്രില്ലിംഗ് ഉണ്ട്, ടേപ്പിംഗ് ഉണ്ട്, നോർമൽ ബോറിംഗ് ഉണ്ട്, റീമിംഗ് ഉണ്ട്, കൗണ്ടർ സിങ്കിങ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ ഓപ്പറേഷൻസൊക്കെയാണ് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്ത് നമ്മൾ നോർമലി ചെയ്യുന്നത്. ഇനി നമുക്ക് പാരാമീറ്റർ ഡെഫിനിഷൻസ് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രില്ലിങ് നമ്മുടെ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ കഴിഞ്ഞു. ഡ്രില്ലിംഗ് മെഷീനിൽ ഇത്രത്തോളം ഓപ്പറേഷൻസാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രില്ലിങ്ങിൽ നമ്മൾ ഡ്രില്ലിങ് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, ആ പാരാമീറ്റേഴ്സാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കട്ടിംഗ് സ്പീഡിനെ പറ്റിയാണ്. ഡ്രില്ലിംഗ് മെഷീനിൽ ഉള്ള കട്ടിംഗ് സ്പീഡ്. ഇറ്റ് ഈസ് ദ പെരിഫറൽ സ്പീഡ് ഓഫ് ദ ഡ്രില്ല്. ആ ഡ്രില്ല് കറങ്ങുന്ന പെരിഫറൽ സ്പീഡിനെയാണ് കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? V = π/dn. അതിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിംഗ് സ്പീഡ് V = π × d × n. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ആ ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെ ഡയാമീറ്ററാണ് ഡി. എന്ന് പറഞ്ഞാൽ എന്താ? അത് കറങ്ങുന്ന സ്പീഡിനെയാണ് n എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി കിട്ടിയല്ലോ. അപ്പോൾ അതാണ് കട്ടിംഗ് സ്പീഡ്. ഇനി നെക്സ്റ്റ് ഫീഡ് റേറ്റ്. ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഡ്രിൽ അലോങ് ദ ആക്സിസ്. ആ ഡ്രില്ലിൻ്റെ ആക്സിസിൽ കൂടെ എങ്ങനെയാണ് ആ ഡ്രില്ലിൻ്റെ മൂവ്മെൻറ്റ്, അതിനെയാണ് ഡ്രില്ലിൻ്റെ ഫീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡെപ്ത് ഓഫ് കട്ട്. ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഫ്രം ദ മെഷീൻ്റെ സർഫസ് ടു ദ ഡ്രിൽ ആക്സിസിൽ നിന്ന് എത്രത്തോളം താഴെയാണ് കട്ട് എടുക്കുന്നത്, അതിനാണ് ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത്. പിന്നെ എന്താ? മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. എത്രത്തോളം മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് ബൈ ദ ഡ്രിൽ പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഈ ഡ്രില്ല് കൊണ്ട് എത്രത്തോളം മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു, അതിനെയാണ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കണം ഇങ്ങനെ. മെറ്റീരിയൽ റിമൂവൽ റേറ്റ് = πd²/4 × f × n. എഫ് എന്ന് വെച്ചാൽ ഫീഡ്, n എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ RPM, അതുപോലെ തന്നെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെ ഡയമീറ്റർ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മെറ്റീരിയൽ റിമൂവൽ കണ്ടുപിടിക്കാൻ പറ്റും. മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ എന്താ? മെഷീനിങ് ടൈം. മെഷീനിങ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ദ ഹോൾ ടു ബി ഡ്രിൽ ടു സ്പീഡ് ആൻഡ് ഫീഡ് റേറ്റ്. എത്രത്തോളം സമയം എടുക്കും മെഷീൻ ചെയ്യാൻ, അതാണ് മെഷീനിങ് ടൈം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ T = L/F × n. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ്, n എന്ന് വെച്ചാൽ RPM, L എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്ത്. ഓക്കെ, അങ്ങനെ നമുക്ക് മെഷീൻ ടൈമും കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രത്തോളം കാര്യങ്ങളാണ് നമ്മുടെ ഡ്രില്ലിങ്ങിൽ വരുന്ന ഡ്രില്ലിംഗ് പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ഡ്രില്ലിംഗ് ഓപ്പറേഷൻസും ഡ്രില്ലിംഗ് പാരാമീറ്റേഴ്സും ഡിസ്കസ് ചെയ്തു. ബാക്കി കാര്യങ്ങൾ നമുക്ക് വരും സെഷനുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.